ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ഫ്രഷ് ഗ്രീൻ പീസ് മട്ടർ ധാരാളം കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് വെച്ച് ഒരു സ്റ്റഫ്ഡ് കുൽച്ചയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 1 ടീസ്പൂൺ ഈസ്റ്റ് കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഗ്രീൻ പീസ് എല്ലാം പൊളിച്ചെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതും അവിടെ മാറ്റി വയ്ക്കാം. അതിനിടയ്ക്ക് നമുക്ക് 2 കപ്പ് ആട്ട വീറ്റ് ഫ്ലോർ എടുത്തിട്ട് നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് നമുക്ക് ഈ ആട്ടയൊന്ന് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം. ഈസ്റ്റ് ഇളം ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇതിനകത്ത് ചേർക്കേണ്ടത്. ആട്ടയൊക്കെ കുഴച്ച് നന്നായി മിക്സായി. ഇനി നമുക്ക് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഒരു നനഞ്ഞ കോട്ടൺ തുണി കൊണ്ട് കവർ ചെയ്ത് വേണം വയ്ക്കാൻ. ഇനി നേരത്തെ ക്രഷ് ചെയ്ത മട്ടർ റെഡിയാക്കി എടുക്കാം. അതിനായി ഫ്രൈങ് പാനിൽ എണ്ണ ഒഴിച്ച് ഒരു ഓണിയൻ ചോപ്പ് ചെയ്തതിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി അതിന് ശേഷം സ്പ്രിങ് ഓണിയൻ്റെ പാട്ട് കട്ട് ചെയ്ത് അതും ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കണം. പിന്നെ ചെറുതായി അരിഞ്ഞ ഒരു ടൊമാറ്റോ. ഇനി നമ്മൾ ചേർക്കുന്നത് ഓരോ ടീസ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. എല്ലാം കൂടി നന്നായി ഒന്ന് സോട്ട് ചെയ്ത് സ്മൂത്താക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് സ്പ്രിങ് ഓണിയൻ്റെ ലീഫ് ഭാഗം കട്ട് ചെയ്തിട്ട് ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച മട്ടർ ഗ്രീൻ പീസ് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 പീസ് ലെമൺ സ്ക്വീസ് ചെയ്ത് അതിൻ്റെ ജ്യൂസും കൂടെ ചേർക്കണം. നന്നായി മിക്സ് ചെയ്യണം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ ഗ്രീൻ പീസ് ഒന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. പച്ചമുളക് ഇടാൻ മറന്നു, അതുകൊണ്ട് ഇപ്പം ഞാൻ കട്ട് ചെയ്തതാണ്. അത് ഓണിയൻ്റെ കൂടെയാണ് ഇടേണ്ടത്. ഇനി അടച്ചു വെച്ചിട്ട് ഇത് വേവട്ടെ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരുവിധം വെള്ളമൊക്കെ വറ്റി നമ്മുടെ മട്ടർ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 മുട്ട ചേർത്ത് കൊടുക്കണം. 2 മുട്ട ചേർത്ത് നന്നായി സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കണം. ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കണം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റഫിങ് റെഡി ആയിരിക്കുകയാണ്. നേരത്തെ കുഴച്ച് വെച്ച ആട്ടയൊക്കെ പൊങ്ങി നന്നായി സ്മൂത്തായിട്ടുണ്ട്. ഒന്നും കൂടെ കുഴച്ചെടുക്കണം ഈ ആട്ട. ഇനി ആട്ടയിൽ നിന്ന് ചെറിയ ബോൾസ് എടുത്ത് നമ്മുടെ നേരത്തെ റെഡിയാക്കിയ സ്റ്റഫിങ്ങും ചേർത്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. പറാട്ടയേക്കാളും കുറച്ചും കൂടെ തിക്നെസ്സിലാണ് കുൽച്ച പരത്തിയെടുക്കേണ്ടത്. ഇത് ഈസ്റ്റ് ഇട്ട ആട്ടയായതുകൊണ്ട് കുറച്ചും കൂടെ സ്മൂത്തും ആയിരിക്കും, ടേസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. ഈ സെയിം സ്റ്റഫിങ് വെച്ച് നമുക്ക് പറാട്ട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചിലർക്ക് ഈ ഗ്രീൻ പീസ് അങ്ങനെ തന്നെ കറി വെച്ചാൽ അത്ര ഇഷ്ടമില്ല. എൻ്റെ കുഞ്ഞാവയ്ക്കൊന്നും അത്ര ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കിയത്. ഇത് മുട്ടയും കൂടെ ചേരുന്നത് കൊണ്ട് നല്ല ഒരു ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സ്പെഷ്യൽ ഒരു ടേസ്റ്റാണ് ഇതിന്. സ്റ്റഫ്ഡ് കുൽച്ച റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം.
നെയ്യ് വരട്ടിയാണ് ഞാൻ ഇതെല്ലാം ചുട്ടെടുക്കുന്നത്. അതുകൊണ്ട് ഇത് ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇത് നല്ലതുപോലെ പൊങ്ങി വരും. നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടുണ്ടല്ലോ ആട്ടയിൽ, അതുകൊണ്ട്. ഇത് കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തയക്കാൻ പറ്റിയ ഹെൽത്തി ആയ ഒരു ഐറ്റമാണ്. മട്ടറിൽ വിറ്റാമിനും മിനറൽസും ഫൈബറും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ചുട്ടെടുക്കുമ്പോൾ തന്നെ ഇത് നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാവ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൊടുത്തിട്ട് നോക്കാം, അഭിപ്രായം എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. മയണൈസിൻ്റെ കൂടെയോ അതുപോലെ വേറെ എന്തെങ്കിലും ഡിപ്സോ ഉണ്ടാക്കി നമുക്കിത് സെർവ് ചെയ്യാം. ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. സോസ് വേണോ? കഴിച്ചോക്ക്. ആ, കഴിക്കേ. ഊതിയിട്ട് കഴിക്കേ. സ്റ്റഫിങ് എന്താന്ന് മനസ്സിലായോ? എന്നാലും ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തെങ്കിലും അതിനകത്ത് ഇൻഗ്രീഡിയൻസ് മനസ്സിലാവുണ്ടോ? ആ, പിന്നെ എന്തിന്റെ ടേസ്റ്റാ? എഗ് മട്ടർ എഗ് ഗ്രീൻ പീസ് എങ്ങനെയുണ്ട്? പറാട്ട അല്ല, വേറൊരു ഐറ്റാണ് ഇത് മോളെ. ഓക്കെ, ഇത് നല്ല സ്മൂത്താണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. എനിക്ക് മട്ടറിൻ്റെ പീസ് കിട്ടിയോണ്ടാണ് മനസ്സിലായി ഇതിൽ മട്ടർ ഉണ്ടെന്ന്. മട്ടർ എന്ന് തോന്നുകൂടിയില്ല. മട്ടർ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതെല്ലാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും.